ചെയ്തു തന്ന ഉപകാരങ്ങളൊക്കെ മതി. ഇനി സഹായിക്കണ്ട. കൂടുതൽ സഹായിക്കാൻ നിന്നാലേ വേണ്ട. കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. എന്റെ മോള് മരിച്ചു, അതിന്റെ സങ്കടമുണ്ട് എന്ന് വെച്ച് ഏത് നേരവും അതിന്റെ പേരിൽ നീ ഇവിടെ വരുന്നത് ശരിയാണോ? ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വന്നാ മതി, അല്ലെങ്കിൽ വരണ്ട. അമ്മ എന്തൊക്കെയാ പറയുന്നത്? നീ മിണ്ടരുത്. സിദ്ധു ഇവിടെ വരുന്നത് നിനക്ക് ഇഷ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. അതിന്റെ കാരണം അറിയാം. ആ കാരണം സഹിക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല. എല്ലാം കണ്ണടച്ച് തരാനും ഞങ്ങൾ തയ്യാറല്ല. ഈ വീട് നിന്റെ പേരിലായിരിക്കും, പക്ഷെ ഇപ്പോഴും ഈ വീടിന്റെ ഗൃഹനാഥ ഞാൻ തന്നെയാ. ആ അധികാരം ഉപയോഗിച്ച പറയുന്നത്. ഒന്ന് പോയി തരണം. ദേവികേ, വേണ്ട. ഈ ദേഷ്യത്തിന്റെ കാരണം ദേവിക്ക് മനസ്സിലായില്ലേ? ഏഷണിയാ. ഞാൻ പൊയ്ക്കോളാം അമ്മേ. ഇനി അത്യാവശ്യത്തിനല്ലാതെ ഇങ്ങോട്ട് വരികയില്ല. നീ ഇവിടെ തന്നെ ഉണ്ടല്ലേ? ഇറങ്ങിക്കോ, നമ്മള് പോവാ. സിദ്ധേട്ടൻ വേണമെങ്കിൽ പൊയ്ക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞേ വരുന്നുള്ളൂ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ കൂടെ നീയും ഉണ്ടായിരിക്കും. ഇതെന്ത് ഭ്രാന്താ? ഞാനിവിടെ നിന്നതുകൊണ്ട് എന്താ പ്രശ്നം? നീ ഇവിടെ നിന്നാ ഈ വീട് നീ കുളം തോണ്ടും. അത്രയ്ക്ക് വിശേഷപ്പെട്ടതാണല്ലോ നിന്റെ നാവ്. മര്യാദയ്ക്ക് വന്ന് വണ്ടി കയറി. വരാം. അതിനു മുൻപ് എനിക്ക് ശരത്തിനെ ഒന്ന് കാണണം. അതൊന്നും വേണ്ട. ഇപ്പൊ വരാം, ഒരു 5 മിനിറ്റ്. അവളിവിടെ നിൽക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? എനിക്ക് സ്ഥാനമില്ലാത്ത വീട്ടില് എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് നടക്കുന്ന അവളും വേണ്ട. ഞാൻ ഇറക്കി വിടുന്നതൊന്നുമല്ല. മലയാളം സിദ്ധുവിന് മനസ്സിലാവുമേ. അമ്മ കൂടുതൽ വിശദീകരിക്കണമെന്നില്ല. കാര്യം കഴിഞ്ഞ പിന്നെ കൈമലർത്തി കാണിക്കുന്ന ഏർപ്പാട് എന്റെ സുധിയേട്ടനില്ലായിരുന്നു, നിത്യമോൾക്കും ഇല്ലായിരുന്നു. ആ സ്വഭാവം അവർക്ക് അച്ഛനിൽ നിന്ന് കിട്ടിയതായിരിക്കും. എന്തായാലും അത് അമ്മയുടേതല്ല. പെട്ടെന്നെന്താ പനി വരാൻ കാരണം? അറിയില്ല. എന്തെങ്കിലും കണ്ട് പേടിച്ചോ ശരത്ത്? ഇല്ല. ചിലർക്ക് ഇങ്ങനെ വരാറുണ്ട്, പ്രിയപ്പെട്ട ആളെ വിട്ടു പോകുമ്പോ. അത് ഒരു അറ്റാച്ച്മെന്റിന്റെയാ. പക്ഷെ നിത്യമായിട്ട് അങ്ങനെ ഒരു അടുപ്പം, അതെനിക്ക് മനസ്സിലാവാത്ത. നിത്യ എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയായിരുന്നു. ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോയതല്ലേ. അങ്ങനെയല്ലല്ലോ അന്ന് എന്നോട് പറഞ്ഞത്. ദേവികയാണ് ലക്ഷ്യം വെക്കുന്നതെന്നാണല്ലോ അന്ന് പറയാനുണ്ടായിരുന്നത്. അത് ശരിയാ. എന്ന് വെച്ച് നിത്യ ഞാൻ ഇഷ്ടപ്പെടായിരുന്നില്ല. സിദ്ധു ഇനി ഇവിടെ വരില്ല. അതുപോലൊരു പണിയാ ഞാൻ കൊടുത്ത. മായി കിടക്കുന്ന നാക്കല്ലേ, എന്താ പറയാൻ പാടില്ലാത്ത. എന്നിട്ട് ആ നാക്കൊണ്ട് എന്നെ സഹായിക്കുന്നില്ലല്ലോ. എന്ത് സഹായ വേണ്ടത്? നിത്യ മരിച്ച് ദേവിയെ കാരണമാണെന്ന് ഇവിടെ ഉള്ളൊരു വിശ്വസിക്കണം. അതിന്റെ പേരിൽ വലിയ വഴക്ക് ഇവിടെ നടക്കണം. അത് ഞാൻ ഏറ്റു.
ആ പാർവതിയമ്മയില്ലേ വെറും പൊട്ടിയ. എരിവ് കയറ്റി കൊടുത്താ മതി, അതനുസരിച്ച് ചാടിക്കോളും. കീ കൊടുത്ത് ആടുന്ന ഒരു യന്ത്രപാവ, അതാ അവര്.